വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഇടയായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഹോക്കോ ബ്രാൻഡിന്റെ കുറച്ച് ഐസ്ക്രീംസ് ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 6 വെറൈറ്റി ഓഫ് ഐസ്ക്രീംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും കഴിച്ച് നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ ഹൈപ്പിന് വെർത്താണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. ഞാൻ ഇതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഏതാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. വിതൗട്ട് ഗെറ്റിംഗ് ഫർദർ ഡിലേ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഹോക്കോയുടെ ഈ ഒരു ബിഗ് കേക്ക് സാൻഡ്വിച്ച് എന്ന് പറയുന്ന ഈ ഒരു ഐസ്ക്രീമാണ് കേട്ടോ. ഇത് ഫ്ലേവർ വന്നിട്ട് കുക്കീസ് ആൻഡ് ക്രീമാണ്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യാം. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുക്കീസ് ആൻഡ് ക്രീം എന്ന് പറയുന്നത് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സാൻഡ്വിച്ച് ഫോർമിലുള്ള ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ ഇത് കുറച്ച് നേരമായി ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓൾമോസ്റ്റ് മെൽറ്റ് ആവാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ടോ, ഒരു 2 ബ്രൗണി പീസുകൾക്കിടയിൽ കുക്കീസ് ആൻഡ് ക്രീം ഐസ്ക്രീം ഫില്ല് ചെയ്ത ഒരു എന്താ പറയുക സാൻഡ്വിച്ചാണ്, കേക്ക് സാൻഡ്വിച്ചാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ആ ഒരു കുക്കീസ് ആൻഡ് ക്രീമിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതിങ്ങനെ മുന്നിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ബ്രൗണിയുടെ ഫ്ലേവർ അറിയുന്നേ ഇല്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഫ്ലേവർ വന്നിട്ട്. അപ്പോൾ ഇതിന് ഞാൻ ഒരു 6.5 ഔട്ട് ഓഫ് 10 കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ഫ്ലേവർ വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇടക്കാലത്ത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നൊരു ഫ്ലേവറാണ് കേട്ടോ. ഫ്ലേവറല്ല, ഒരു ഐറ്റത്തിൻ്റെ ആ ഒരു ഫ്ലേവറുള്ള ഒരു ഐസ്ക്രീമാണ്. സെയിം ഈ ഒരു ബിഗ് കേക്ക് സാൻഡ്വിച്ചിൻ്റെ ബൺ മസ്ക ഫ്ലേവറാണ് കേട്ടോ. ഒരിടയ്ക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര വൈറലായിരുന്നല്ലോ ചായയും ബൺ മസ്കയും. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ബൺ മസ്ക കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഫ്ലേവർ എന്താണെന്നുള്ളത് അറിയില്ല. സോ ഫസ്റ്റ് ടൈം ഞാൻ ഇതിലൂടെയാണ് കേട്ടോ ആ ഒരു ഫ്ലേവർ അറിയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കഴിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ വന്നിട്ട് ഒരു വാനില സ്പഞ്ച് കേക്കാണ് കേട്ടോ. നമ്മുടെ മുന്നേ ആ ഒരു കഴിച്ച കുക്കീസ് ആൻഡ് ക്രീമിൽ നമുക്ക് ബ്രൗണി ആയിരുന്നെങ്കിൽ ഇതിൽ വാനില സ്പഞ്ച് കേക്കാണ് വന്നിരിക്കുന്നത്. നടുവിൽ എന്ത് ഐസ്ക്രീം ആണെന്ന് എനിക്കറിയില്ല. ബൺ മസ്ക ഫ്ലേവേർഡ് ഐസ്ക്രീം ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കട്ടെ. ബൺ മസ്ക എന്ന് പറഞ്ഞിട്ട് ഒരു പിങ്ക് ഫ്ലേവർ ഉണ്ട്. ഓക്കെ, ഇവിടെ താഴെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത്. ഈ ഫ്ലേവർ കണ്ടപ്പോഴാണ് ഞാൻ ഇതിൻ്റെ താഴെ ഞാൻ ഈ ഒരു കവറിൽ നോക്കുന്നത്. ഓർ ജാം എന്ന് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇതിൽ ബൺ മസ്ക ഫ്ലേവർ മാത്രമല്ല ജാം ഫ്ലേവറും ഉണ്ട്. അപ്പോൾ എനിക്ക് ബൺ മസ്കയുടെ ഫ്ലേവർ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അറിയില്ല. പക്ഷേ വേറെ വ്യത്യാസമായിട്ടുള്ള ഫ്ലേവറൊന്നും എനിക്കിതിൽ തോന്നുന്നില്ല. ആ ഒരു ബ്ലൂബെറി ജാമിൻ്റെ ഒരു ഫ്ലേവറാണ് കേട്ടോ. എനിക്ക് ബ്ലൂബെറി ഒരു ബെറീസ് കൈൻഡ് ഓഫ് ജാമിൻ്റെ ഫ്ലേവറാണ് എനിക്കിതിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ഒന്ന് കഴിച്ച് നോക്കട്ടെ. ആ ഒരു ജാം ഫ്ലേവറാണ് കേട്ടോ മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര അങ്ങോട്ട് ഐസ്ക്രീമിൽ ആ ഒരു ജാം ഫ്ലേവർ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ഞാൻ ഒരു 2.5 അല്ലെങ്കിൽ 3 ആ ഒരു റേറ്റിംഗ് കൊടുക്കാം. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ സെക്കൻഡ് വേരിയൻറ്റ്. ഇനി അടുത്ത വേരിയൻറ്റ് വന്നിട്ട് ഹോക്കോയുടെ ഈ ഒരു ബോസ് ബാർ എന്ന് പറയുന്ന ഒരു ചോക്കോ ബാർ ആണ് കേട്ടോ. ഇത് ഫ്ലേവർ വന്നിട്ട് തിരാമിസു ഫ്ലേവറാണ്. തിരാമിസു എൻ്റെ വൺ ഓഫ് ദ റീസെൻറ്റ് ഫേവറേറ്റ് ഫ്ലേവേഴ്സ് ആണ് കേട്ടോ. എനിക്ക് റീസെൻ്റ് ആയിട്ട് ഞാൻ അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് വിട്ട് കളയാൻ തോന്നിയില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം. ഓക്കെ, എനിക്കിത് ഫസ്റ്റ് കണ്ടപ്പോൾ നമ്മുടെ മാഗ്നം ഐസ്ക്രീം ഉണ്ടല്ലോ, ക്വാളിറ്റി വാൾസിൻ്റെ ആ ഒരു റിസംബ്ലൻസ് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ എന്തായാലും കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് ഒരു ഹാർഡ് കോട്ടഡ് ചോക്ലേറ്റ് ലെയറിനുള്ളിൽ നല്ല പക്ക ആ തിരാമിസു ഫ്ലേവർ നല്ല രീതിക്ക് അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഞാനൊരു 7 ഔട്ട് ഓഫ് 10 കൊടുക്കും കേട്ടോ. നല്ല ഫ്ലേവർഫുള്ളാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഫ്ലേവർ ട്രൈ ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് ഈ ഒരു കുക്കീസ് ആൻഡ് ക്രീമിൻ്റെ തന്നെ ഒരു കോൺ ഐസ്ക്രീമാണ് കേട്ടോ ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഈ ഒരു കോൺ കണ്ടോ, ഒരു വെറൈറ്റി ഷേപ്പാണ്. ഈ ഒരു പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഒരു വെറൈറ്റി കൈൻഡ് ഓഫ് കോൺ ഐസ്ക്രീമാണ്. അപ്പോൾ കുക്കീസ് ആൻഡ് ക്രീം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറേ നാളായിട്ട് ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഈ ഒരു ഫ്ലേവറിൽ കോൺ ഐസ്ക്രീം കൂടെ വാങ്ങി നോക്കിയത്.
അപ്പോൾ ഇത് ഇതിനുള്ളിലെ പാക്കേജിങ് ഇതുപോലെയാണ് കേട്ടോ. ഇതുപോലൊരു കവറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് പൊടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പേപ്പർ റാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ആ കോണാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിലും വേണ്ട ഒരു ഇതേപോലെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട് ചോക്ലേറ്റിൻ്റെ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, അതിനകത്ത് കുക്കീസ് ആൻഡ് ക്രീം ഫില്ലിംഗ് ആണുള്ളത്. അപ്പോൾ ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ. ഇതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇതിൽ ഒട്ടും തന്നെ ആ കുക്കീസ് ആൻഡ് ക്രീമിൻ്റെ ഫ്ലേവർ അറിയുന്നേ ഇല്ല. കുക്കീസ് ആൻഡ് ക്രീം ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് ആ കുക്കീസ് ആൻഡ് ക്രീമിൻ്റെ തന്നെ ഫ്ലേവർ ഒന്നും തന്നെ ഇല്ല. ഇതിന് വേറെ എന്തോ ഒരു ഫ്ലേവറാണ്. സോ ഇതിന് ഞാൻ ഈ ഒരു പ്രസൻറ്റേഷന് വേണം കൂടി ചേർത്ത് നമുക്കൊരു 2 കൊടുക്കാം. ടേസ്റ്റ് വൈസ് ഞാൻ 1 മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ. 10ൽ ഞാനൊരു 1 റേറ്റിംഗ് മാത്രമേ ഞാൻ ഇതിന് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്തത് വീണ്ടും ഒരു കോൺ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ സെയിം ഹേസൽനട്ട് മഡ് സ്ലൈഡ് എന്ന് പറയുന്ന ഒരു ഫ്ലേവറാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇതും സെയിം അതുപോലെ തന്നെയുള്ള ലുക്കും അപ്പിയറൻസൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ പുറത്ത് ആ ചോക്ലേറ്റ് കോട്ടിങ്ങിൽ കുറച്ച് നട്ട്സൊക്കെ ഉള്ള പോലെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഫ്ലേവർ എങ്ങനെയുണ്ടെന്ന് പറയാം. ഇതും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്തോ എനിക്ക് ആ ഒരു ഫ്ലേവർ പേഴ്സണലി എനിക്ക് തീരെ ഇഷ്ടമായില്ല. അപ്പോൾ ഇതിനും ഞാനൊരു 1 ആണ് കേട്ടോ കൊടുക്കുന്നത്, ഒരു റേറ്റിങ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിൽ ലാസ്റ്റ് ഫ്ലേവർ ട്രൈ ചെയ്ത് നോക്കാം. ലാസ്റ്റായിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ കാത്തിരുന്ന ഒരു ഐസ്ക്രീമാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ തന്നെ ഈ ഒരു ഹോക്കോയുടെ ഒരു ആംചി ഐസ്ക്രീം റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് വേറൊരു ഐസ്ക്രീമാണ് ഇന്ന് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇത് അന്ന് ആംചി ട്രൈ ചെയ്തപ്പോൾ തന്നെ ഇതെനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഇത് അവൈലബിൾ ആയത്. അപ്പോൾ അതേ ഹോക്കോയുടെ ലീമോ ഐസ്ക്രീമാണ് കേട്ടോ. ലെമൺ ഫ്ലേവേർഡ് ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമേ. ഇത് വന്നിട്ട് നമ്മുടെ ആംചി ഐസ്ക്രീം വന്നിട്ട് ഫുള്ള് മാംഗോ ഷേപ്പിലും മാംഗോ ഫ്ലേവർ ആയിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ലെമൺ ഷേപ്പിലുള്ള ഒരു ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇതിലും സ്പൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതേ കണ്ടോ, വാവ്, അടിപൊളി പാക്കേജിങ് കണ്ടോ. നല്ലൊരു ഡ്യുവൽ കളർ ഫിനിഷിങ്ങിലുള്ള ഒരു ലെമൺ ഷേപ്പിൽ ഐസ്ക്രീമാണ്. നല്ലൊരു ഫ്രേഗ്രൻസ് ഉണ്ട് കേട്ടോ, ഒരു ലൈമിൻ്റെ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. വേണ്ടോ, ഹാർഡ് ഷെല്ലിൽ ലെമൺ ഫ്ലേവേർഡ് ഐസ്ക്രീമാണ് കേട്ടോ ഇതിൽ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യാൻ പോവാണ്. ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനോടുകൂടിയാണ്. എനിക്ക് കുറച്ച് പുളിയുള്ള ഐറ്റംസൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഈ പുളിയും മധുരവും കൂടി ചേരുമ്പോൾ ഉള്ള ആ ഒരു എങ്ങനെയാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സ്പെക്റ്റേഷനോടുകൂടി കാത്തിരുന്നതാണ്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം. ഇതിനുള്ളിൽ കണ്ടോ ലൈം അല്ലെങ്കിൽ ലെമൺ ഫ്ലേവേർഡ് ഐസ്ക്രീമാണുള്ളത്. അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഈ ഒരു ലെമൺ ഫ്ലേവർ അല്ലെങ്കിൽ സിട്രസ് ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉണ്ട്, ഭയങ്കര ടേസ്റ്റാണ്. ഒന്നുകൂടെ കഴിക്കട്ടെ. ഒരു രക്ഷയില്ല. എനിക്ക് ആംചി ഐസ്ക്രീം കഴിച്ചപ്പോൾ പോലും ഇത്ര ഇഷ്ടമായിട്ടില്ലായിരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ആണ്. ഇതിന് ഞാനൊരു 10/10 കൊടുക്കും. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങി കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഐസ്ക്രീംസും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലീമോ ഐസ്ക്രീമാണ് കേട്ടോ ഈ ഒരു ടേസ്റ്റിംഗ് വീഡിയോയിലെ ഫസ്റ്റ് വിന്നർ. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഹോക്കോ ഐസ്ക്രീംസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനിയും ഈ ഒരു ബ്രാൻഡിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഐസ്ക്രീംസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് ട്രൈ ചെയ്യുന്ന റിവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും മറ്റൊരു നല്ല വീഡിയോ നമുക്ക് കാണാം. അതുവരെയ്ക്കും ബൈ.